إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അശ്ശൂറാ 116 117 3 വചനങ്ങളുടെ വ്യാഖ്യാനം നബി അലൈഹിസ്സലാമിന്റെ ആ ജനതയുടെ ചരിത്രം തന്നെയാണ്. ഖാലു അവർ പറഞ്ഞു, നബി അലൈഹിസ്സലാമിന്റെ ജനത പറഞ്ഞു, ലഇല്ലം തൻതഹിയാനു ഏനൂഹേ നീ ഇതിൽ നിന്നും വിരമിക്കുന്നില്ലെങ്കിൽ, ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്നും ലാ ഇലാഹ ഇല്ലെന്ന പ്രബോധനം ചെയ്യുന്നതിൽ നിന്നും നീ വിരമിക്കുന്നില്ലെങ്കിൽ ലനകൂനന്ന നീയായി തീരുക തന്നെ ചെയ്യും, മിനൽ മർജൂമീൻ എറിഞ്ഞാട്ടുന്നവരിൽ പെട്ടുപോകുക തന്നെ ചെയ്യും, ഞങ്ങൾ നിന്നെ എറിഞ്ഞ് ആട്ടുക തന്നെ ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഒരു ഭീഷണി അവർ മുഴക്കി. അവസാന ഘട്ടത്തിൽ നോക്കുന്നു, ആ സമയത്ത് അല്ലാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, റബ്ബി എന്റെ റബ്ബേ, ഇന്ന ഖൗമി നിശ്ചയമായും എന്റെ ജനത കദ്ദബൂനി എന്നെ കളവാക്കിയിരിക്കുകയാണ്, എന്റെ ജനത എന്നെ കളവാക്കിയിരിക്കുകയാണ്. ഫഫ്തഹ് ആയതിനാൽ ഫഫ്തഹ് ബൈനി വ ബൈനഹും, എനിക്കിടയിലും അവർക്കിടയിലും നീ ഒരു തുറവിയുണ്ടാക്കണമേ, അതായത് ഒരു തീരുമാനം ഉണ്ടാക്കണമേ. ഫത്ഹൻ ഒരു തീരുമാനം, എനിക്കിടയിലും അവർക്കിടയിലും ഒരു തുറന്ന തീരുമാനം നീ ഉണ്ടാക്കണമേ എന്ന് അല്ലാഹുവിനോട് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. വനജ്ജിനി നീ എന്നെ രക്ഷിക്കണമേ, വമൻ മഅിയ മിനൽ മുഅ്മിനീൻ എന്റെ കൂടെ വിശ്വാസികളായി കൂടിയവരെയും നീ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവസാനം ലോകം മുഴുവനും പ്രളയം വന്നുകൊണ്ട് ആ തരത്തിലുള്ള ആ സത്യനിഷേധികളൊക്കെയും അതിൽ മുങ്ങി മരണപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു കപ്പലിൽ നൂഹ് നബിയെയും നൂഹ് നബിയുടെ കൂടെ വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തുകയുണ്ടായി. അതാണ് അതിന്റെ ചരിത്രം. അതിന്റെ അവസാനം അങ്ങനെയാണ് ഉണ്ടായത്. അതിനു മുമ്പുള്ള പ്രാർത്ഥനയാണിത്. എനിക്കിടയിലും അവർക്കിടയിലും നീ ഒരു തുറന്ന ഒരു തീരുമാനം ഏർപ്പെടുത്തി തരണമേ. ഒരു തുറന്ന തീരുമാനം, ഒരു തുറവിയുണ്ടാക്കണമേ. വനജ്ജിനി വമൻ മഅിയ മിനൽ മുഅ്മിനീൻ, എന്റെ കൂടെ വിശ്വസിച്ചവരെയും നീ രക്ഷപ്പെടുത്തണമേ എന്ന് അവസാനം നബിക്ക് നിവൃത്തിയില്ലാതെ പ്രാർത്ഥിക്കേണ്ടി വന്നു. അതാണ് അതിന്റെ അന്ത്യമുണ്ടായത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.